നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പറമ്പിലോ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നിയോ? അതോ ആ കാഴ്ച ഒരു അജ്ഞാതമായ ആകർഷണം ഉണ്ടാക്കിയോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. നാഗങ്ങളും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ആ അദൃശ്യമായ ബന്ധം. ഒപ്പം 27 നക്ഷത്രക്കാരിൽ 8 പേർക്ക് മാത്രം ബാധകമാകുന്ന ഒരു വിശേഷ കാര്യവും ഇന്ന് നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ ആ 8 നക്ഷത്രക്കാരിൽ ഒരാളാണോ എന്ന് കൂടി ഈ വീഡിയോ കഴിയുമ്പോൾ അറിയാം. അതുകൊണ്ടൊന്ന് ക്ഷമയോടെ അവസാനം വരെ ഈ വീഡിയോ കാണുക. നാഗങ്ങൾ ഈ ഭൂമിയുടെ യഥാർത്ഥ രക്ഷകരാണെന്ന് നമ്മുടെ പൂർവികർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ മണ്ണ് അവർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒട്ടുമിക്ക തറവാടുകളിലും കാടുകളിലും കാവുകൾ കാണുന്നത്. ഇത് കേവലം ഒരു ആചാരം മാത്രമല്ല, ഒരാഴമേറിയ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ നാഗദേവതകളെ ആരാധിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം വരും, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ഇതൊരു അന്ധവിശ്വാസമല്ല, തലമുറകളായി അനുഭവത്തിലൂടെ ഉറപ്പിക്കപ്പെട്ട ഒരു സത്യമാണ്. ഒരു ലളിതമായ കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ വസിക്കുന്ന ഭൂമിക്കടുത്തുള്ള നാഗക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുക. സ്വർണമോ ആഭരണമോ ഒന്നും വേണ്ട, ഹൃദയം നിറഞ്ഞൊരു പ്രാർത്ഥന മതി. ഇനി ഒരു പാമ്പ് നിങ്ങളുടെ വീടിനകത്ത് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലിടക്കിടെ കണ്ടാൽ, ഇത് കേവലം ഒരു സാധാരണ സംഭവമാണോ? ജ്യോതിഷപ്രകാരം അല്ല. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, സർപ്പവും പാമ്പും ഒന്നല്ല എന്ന്. നമ്മൾ കാവുകളിൽ ആരാധിക്കുന്ന സർപ്പദേവതകൾ, ആ ദിവ്യജീവികൾ, ഇവ ചെറുവിരലിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള വെളുത്ത നിറത്തിലോ സ്വർണ്ണ നിറത്തിലോ ഉള്ളവയാണ്. ഇവ ആരുടെ വീട്ടിൽ കണ്ടാലും അത് അതീവ ശുഭകരം തന്നെ. ഇനി സാധാരണ കറുത്ത ഇരുണ്ട നിറത്തിലുള്ള വലിപ്പമേറിയ പാമ്പുകൾ ഇടയ്ക്കിടെ വരുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാലം കഴിഞ്ഞൊരു വഴിപാട് ബാക്കിയുണ്ട്, ശ്രദ്ധിക്കൂ എന്ന സൂചനയാണിത്. ഒരു മാസത്തിലൊരിക്കൽ പറമ്പിൽ പാമ്പിനെ കണ്ടാൽ ശുഭകരമാണ്. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകിയോ, ഒരു അജ്ഞാതമായ സന്തോഷം അകത്ത് നിറഞ്ഞോ, ഇത് നാഗദേവതകളുടെ അനുഗ്രഹം ആ ക്ഷണം നിങ്ങളിൽ ഇറങ്ങുന്നതിന്റെ അടയാളമാണ്. ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരും വഴി ഒരു പാമ്പിനെ കണ്ടോ? ആ ദിവസം നിങ്ങൾ ഓർത്തുവെക്കൂ, ആ വീടിൽ ഉയർച്ചയുടെ നേട്ടങ്ങളുടെ ഒരു തുടക്കം ആ ദിവസം ആരംഭിക്കുകയാണ്. ഇതാണ് വിശ്വാസം. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ മഞ്ഞ നിറമുള്ള ഒരു ചേരയെ കണ്ടാൽ ഭയക്കേണ്ട. ആ ഭൂമിയിൽ ഐശ്വര്യം ഇറങ്ങി വരുന്നതിന്റെ ലക്ഷണമായി ഇതിനെ കാണാം. ദിവസേന ഇടയ്ക്കിടെ ആവർത്തിച്ച് പാമ്പിനെ കാണുന്നത് ദോഷകരമായ ഒരു സൂചനയാണ്. ഇത് നിങ്ങളിൽ നാഗദോഷമുണ്ട് എന്നതിൻ്റെ, അല്ലെങ്കിൽ കുറെ നാളായി ഒരു വഴിപാട് ചെയ്യാൻ മറന്നുപോയി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യോതിഷ വിദഗ്ധനെ ഒന്ന് കണ്ടോളൂ. ആയില്യം ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ നിവേദ്യം ചെയ്യൂ. ഇത് ലളിതമായ ഒരു കർമ്മമാണ്, എന്നാൽ ഫലം വളരെ ശക്തമാണ്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. 27 നക്ഷത്രക്കാരിൽ 8 നക്ഷത്രക്കാർക്ക് സർപ്പങ്ങളുടെ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഞെട്ടൽ തോന്നിയേക്കാം. എന്നാൽ ഇതൊരു ശിക്ഷയല്ല. ശരിയായ പരിഹാരങ്ങൾ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദോഷമാണ്. ജ്യോതിഷ ദൃഷ്ടിയിൽ രാഹു, കേതു, ശനി ഇവ സ്വാധീനിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ സർപ്പബന്ധം കൂടുതലായി കാണുകയും ചിലപ്പോൾ ഇത് സർപ്പദോഷത്തിന്റെ രൂപത്തിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ആയില്യം നക്ഷത്രമാണ്. നാഗശക്തിയുമായി ഏറ്റവും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രം ആയില്യമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായി പാമ്പുകൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതാ നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇതിന് പരിഹാരമായി ആയില്യം നക്ഷത്ര ദിവസത്തിൽ സർപ്പക്കാവിൽ പ്രാർത്ഥനയും പാലഭിഷേകവും നടത്തുക. രണ്ടാമത്തെ നക്ഷത്രം അനീഴം. ശനിരാഹു ഒന്നിച്ചുള്ള സ്വാധീനമുള്ള നക്ഷത്രമാണ് അനീഴം. ഈ നക്ഷത്രക്കാർ ശ്രദ്ധയുള്ളവരായിരുന്നാൽ പോലും ചിലപ്പോൾ സർപ്പങ്ങൾ ഇവരെ തേടിയെത്തുന്ന അവസ്ഥ ഉണ്ടാകും. ഇതിന് പരിഹാരമായി നാഗദേവതാ മന്ത്രജപം നടത്തുക. ശനിദേവനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത് ചതയം. ചതയം രാഹുവിന്റെ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരു അദൃശ്യ ബന്ധം ജീവിതത്തിൽ അനുഭവപ്പെടും. ഉറക്കം ശരിയാകില്ല, ദുസ്വപ്നങ്ങൾ ഇടയ്ക്കിടെ വരും, എന്തോ ഒരു ഭാരമുള്ളതായ അനുഭവം ഉണ്ടാകും. പരിഹാരമായി രാഹുശാന്തി പൂജ ചെയ്യുക. നാഗദേവതയ്ക്ക് നിവേദ്യം അർപ്പിക്കുക. 4. തിരുവാതിര. രാഹുവിന്റെ ശക്തമായ നിയന്ത്രണമുള്ള ഈ നക്ഷത്രക്കാർ ജീവിതത്തിലെ ഓരോ ചലനത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം. ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ ആപത്തിൽ കലാശിക്കാം. പരിഹാരമായി രുദ്രാഭിഷേകവും ശിവപൂജയും മുടങ്ങാതെ ചെയ്യുക. 5. വിശാഖം. ഗുരു രാഹു ഇരട്ട സ്വാധീനമുള്ള വിശാഖ നക്ഷത്രക്കാർ, ഇവരുടെ വീടിന്റെ പരിസരത്ത് സർപ്പസാന്നിധ്യം കൂടുതലായി കാണും. ഈ നക്ഷത്രക്കാരൊരാൾ പരിഹാരം ഗുരുശാന്തി പൂജ ചെയ്യുക. വീടും പരിസരവും വൃത്തിയായി സുരക്ഷിതമായി ഇരിക്കണം.
6 പൂരം. ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും. ഒരു ഭയം ഉള്ളിലൊതുക്കി വെക്കുന്ന ഒരു ആകുലത. ഇനി എന്ത് സംഭവിക്കും എന്ന ഒരു ആന്തൽ. ഈ ഭയത്തെ തള്ളിക്കളയരുത്. ഇതൊരു ആന്തരിക സൂചനയാണ്. പരിഹാരമായി നാഗദേവതയ്ക്ക് പാലും പൂവും സമർപ്പിക്കുക. 7ാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഇവർക്ക് ഒരു ജന്മദൗർഭാഗ്യം ഏറ്റുവാങ്ങേണ്ടതായ അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇവർ നടക്കുന്ന വഴികളിൽ സർപ്പസാന്നിധ്യവും ഉണ്ടാകാം. പരിഹാരമായി ദൈനംദിനം സൂര്യ നമസ്കാരം ചെയ്യുക. നാഗദേവത ആരാധന ഒഴിവാക്കരുത്. 8 കാർത്തിക. കർമ്മബന്ധം ഏറ്റവും ശക്തമായ ഒരു നക്ഷത്രമാണ് കാർത്തിക. മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ സർപ്പദോഷത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരും. ഉറക്കത്തിൽ ആവർത്തിച്ചുള്ള പാമ്പിൻ്റെ സ്വപ്നം, ചുറ്റുമുള്ള സർപ്പസാന്നിധ്യം, ഇവ ഈ ദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പരിഹാരം: ശിവപൂജ ചെയ്യുക. നാഗപ്രതിഷ്ഠയുള്ള കാവുകളിൽ ദീപം തെളിയിക്കുക. ഇനി ഈ 8 നക്ഷത്രക്കാർക്കും ഒരേയൊരു ഏറ്റവും ഫലപ്രദമായ പൊതുപരിഹാരമുണ്ട്. ആദ്യ പരിഹാരം: നാഗപഞ്ചമി ദിവസം ഒരു സർപ്പക്കാവിൽ ചെന്ന് പാലഭിഷേകം നടത്തുക. ഇതൊരു ചെറിയ കർമ്മമാണ്. ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ഫലം വളരെ ശക്തമായിരിക്കും. 2ാമത്തെ പരിഹാരം: ഇത് കൂടുതൽ ആളുകൾ ചെയ്യാറില്ലെങ്കിലും ഏറ്റവും ഫലമുള്ള ഒന്നാണ്. ഇത് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ ഒരു കോഴിമുട്ട കയ്യിലെടുക്കുക. ശേഷം തല മുതൽ കാലുവരെ ഘടികാര ദിശയിൽ, അതായത് ക്ലോക്ക് വൈസായി 3 അല്ലെങ്കിൽ 7 തവണ ഒഴിയുക. ഈ സമയം മനസ്സ് മുഴുവൻ നാഗദേവതയിൽ ഉണ്ടായിരിക്കണം. ശേഷം ആ മുട്ട ഭൂമിയിൽ ഒരു മരച്ചുവട്ടിയിൽ ഉടച്ച് സമർപ്പിക്കുക. ഈ ലളിതമായ കർമ്മം ജീവിതത്തിലുള്ള നാഗദോഷം ഒരു പരിധിവരെ ഒഴിവാക്കും. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. നാഗങ്ങൾ ദോഷം മാത്രമല്ല, ദൈവിക അനുഗ്രഹവും കൂടിയാണ്. ഭയക്കേണ്ട, ഒഴിഞ്ഞു മാറേണ്ട. വേണ്ടത് ബഹുമാനവും ശ്രദ്ധയും ഒരു ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും മാത്രമാണ്. എന്ന് പറഞ്ഞ 8 നക്ഷത്രക്കാരിൽ ആരെങ്കിലുമാണോ നിങ്ങൾ? ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക.